ഇനി അടുത്തതായി മാജിക് അവൻ്റെ സെക്കൻഡ് റെസിപ്പി ഓഫ് ദ വീക്ക്. ഈ ആഴ്ചത്തെ സെക്കൻഡ് റെസിപ്പിയും ഒരു വെജിറ്റേറിയൻ വിഭവമാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ടോട്ടലി വെജിറ്റേറിയൻ ആണ്. അപ്പോൾ ഇന്നത്തെ രണ്ടാമത്തെ ഐറ്റം എന്ന് പറഞ്ഞാൽ ഒരു കേരളത്തിൻ്റെ ഒരു ഭാഗത്ത് വളരെ പോപ്പുലറായിട്ടുള്ള അല്ലെങ്കിൽ എല്ലാവരും ഉണ്ടാക്കുന്ന ഒരു വിഭവമാണ് ഏകദേശം. അത് പച്ചമാങ്ങ കൊണ്ട് ഉണ്ടാക്കുന്നൊരു കറിയാണ്. പച്ചമാങ്ങ കറി എന്ന് പറയും. അപ്പോൾ തൃശ്ശൂർ ഭാഗങ്ങളിലൊക്കെ ഇത് സദ്യക്കൊക്കെ വിളമ്പുന്നൊരു കറിയാണെന്നാണ് പറയുന്നത്, പച്ചമാങ്ങ കറി. അപ്പോൾ അതിൽ നിന്നും ഉൾക്കൊണ്ട ഒരു കറിയാണ്. പച്ചമാങ്ങ കൊണ്ട് തയ്യാറാക്കുന്ന തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ട് ഉണ്ടാക്കുന്ന ഒരു കറി. നല്ല കുറുകിയ ചാറോടുകൂടി ഇരിക്കുന്ന ഒരു കറിയാണ്. ഇത് വളരെ സിമ്പിളാണ്, വളരെ എളുപ്പത്തിൽ ചെയ്യാം, ലളിതമായി ചെയ്യാൻ പറ്റുന്നൊരു കാര്യം. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇതിനുവേണ്ടി ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പച്ചമാങ്ങ 1/4 കിലോ തൊലി കളഞ്ഞ് നീളത്തിലുള്ള കഷ്ണങ്ങളായി മുറിച്ചത്. പച്ചമുളക് 2 എണ്ണം 2ആയി പിളർന്നത്. സവാള 1 വലുത് നീളത്തിലരിഞ്ഞത്. ഇഞ്ചി ചതച്ചത് 1 ടേബിൾ സ്പൂൺ. വെളിച്ചെണ്ണ 1/2 ടേബിൾ സ്പൂൺ. മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ. മുളക് പൊടി 1/2 ടീസ്പൂൺ. മല്ലിപ്പൊടി 3 ടീസ്പൂൺ. തേങ്ങയുടെ 2ആം പാൽ 1/2 കപ്പ്. തേങ്ങയുടെ 1ആം പാൽ 1/2 കപ്പ്. ഉപ്പ് പാകത്തിന്. ഇനി താളിക്കാൻ വേണ്ട ചേരുവകൾ: വെളിച്ചെണ്ണ 1/2 ടേബിൾ സ്പൂൺ. കടുക് 1 ടീസ്പൂൺ. ഉലുവ 1/4 ടീസ്പൂൺ. ചെറിയ ഉള്ളി നീളത്തിലരിഞ്ഞത് 4 എണ്ണം. വറ്റൽമുളക് 4ഓ 5ഓ. കറിവേപ്പില ആവശ്യാനുസരണം. ഇനി നമ്മളുടെ മാങ്ങാക്കറി തയ്യാറാക്കാം. അപ്പോൾ ഈ മാങ്ങാക്കറി തയ്യാറാക്കാനായിട്ട് പച്ചമാങ്ങ, ഈ പച്ചമാങ്ങ അധികം പുളിയില്ലാത്ത മാങ്ങയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഒരു 1/4 കിലോ മാങ്ങ, ഒരു വലിയ മാങ്ങയാണെങ്കിൽ ഒരു 1/4 കിലോ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു വലിയ മാങ്ങ, അല്ലെങ്കിൽ അത്ര സൈസില്ലാത്ത മാങ്ങയാണെങ്കിൽ ഏതാണ്ട് 2 മാങ്ങ. തൊലിയെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി നീളത്തിലുള്ള പീസസ് ആയിട്ട് അരിയുക. സാധാരണ നമ്മൾ മീനിലൊക്കെ മാങ്ങ ഇടുമ്പോൾ അരിയില്ലേ, അതുപോലെ നീളത്തിന് ഒരു ഫിംഗർ ഷേപ്പിൽ അരിഞ്ഞെടുക്കുക. ഇനി കുറച്ച് സവാള എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് ഇപ്പോൾ വാസ്തവത്തിൽ പേടിയാണ്. നിങ്ങളോട് എനിക്ക് സവാള ഓരോ കാര്യത്തിനും ചേർക്കാൻ പറയുമ്പോൾ, അതുകൊണ്ട് ഒരു സവാള മതി. ഒരു ഇടത്തരം സവാള നീളത്തിന് അരിഞ്ഞത്. ഈ സവാളയിലേക്ക് 2 പച്ചമുളക് നീളത്തിലരിഞ്ഞത്, ഒരു കഷ്ണം ഇഞ്ചി ചതച്ചെടുത്ത്. അപ്പോൾ ഏകദേശം ഒരു ടേബിൾ സ്പൂൺ എന്ന് പറയാം ഇഞ്ചി. പിന്നെ ഒരല്പം ഉപ്പ്, കുറച്ച് ഇച്ചിരി ഉപ്പ്. പിന്നെ ഒരല്പം വെളിച്ചെണ്ണ നമ്മളൊരു 1/2 ടേബിൾ സ്പൂൺ വരെ ഈ ഒരു സമയത്ത് ചേർക്കാം. 1/2 ടേബിൾ സ്പൂൺ എന്ന് പറഞ്ഞാൽ 1.5 ടീസ്പൂണാണ്. അപ്പോൾ അതിൻ്റെ പകുതി ചേർത്താലും മതി. എന്നിട്ട് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് തിരുമി യോജിപ്പിക്കും. ഇഞ്ചി, പച്ചമുളക്, സവാള, വെളിച്ചെണ്ണ, ഉപ്പ്, ഇത്രയും കാര്യങ്ങൾ. അപ്പോൾ നന്നായിട്ട് ഇങ്ങനെ തിരുമി ഞെകിടി എല്ലാം അതിനെ റെഡിയാക്കി എടുക്കണം. അത് ആദ്യത്തെ ജോലി. ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഒരു 10 മിനിറ്റ് സമയം കൊടുക്കാം അല്ലേ. അത് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. അതുവരെ വെയിറ്റ് ചെയ്യാം. ഒരു ഷോർട്ട് മാജിക് ബ്രേക്ക്. അപ്പോൾ ഇപ്പോൾ 10 മിനിറ്റ് സമയം കഴിഞ്ഞു. നമ്മളുടെ സവാള, പച്ചമുളക്, ഒരു സവാള, 2 പച്ചമുളക്, പിന്നെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി, ഒരല്പം ഉപ്പ്, ഒരു 1/2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എല്ലാം കൂടെ തിരുമ്മി വെച്ചതൊരു റെഡി ആയിരിക്കുവാണ്. ഇനി ഇതിലേക്ക് നമ്മൾ പച്ചമാങ്ങ, ഈ കാര്യം കൂടി ചേർക്കണം. എന്നിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മൾ പാകം ചെയ്യാൻ പോകുന്ന പാത്രം ഏതാണോ അതിലേക്ക് മാറ്റിയിട്ട്, എന്നിട്ട് ഇതിലേക്ക് ബാക്കി കുറച്ച് കാര്യങ്ങൾ: മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ, 1/4 മുതൽ 1/2 ടീസ്പൂൺ വരെ ചേർക്കാം. ഓരോരുത്തരുടെ ഇഷ്ടമാണത്. ഏകദേശം 1/4 ടീസ്പൂണിൽ കൂടുതൽ ആയാലും കുഴപ്പമില്ല. പിന്നെ അതിലേക്ക് എരിവ് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഏകദേശം ഒരു 1.5 ടീസ്പൂൺ, നമുക്കിപ്പോൾ ഏകദേശം ഒരു 1.5 ടീസ്പൂൺ ചേർക്കാം. അതിൻ്റെ ഡബിൾ ക്വാണ്ടിറ്റി, അതായത് നേരെ ഇപ്പോൾ 1.5 ടീസ്പൂൺ മുളക് പൊടി എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഇരട്ടി 3 ടീസ്പൂണോളം മല്ലിപ്പൊടി. ഇതിൻ്റെ അളവും ഇപ്പം നമ്മൾ 1 ടീസ്പൂണാണ് ചേർക്കുന്നതെങ്കിൽ 2 ടീസ്പൂൺ മല്ലിപ്പൊടി മതിയാകും. കുറച്ച് അത് അഡ്ജസ്റ്റ് ചെയ്ത് ചേർത്താൽ മതി ആവശ്യാനുസരണം. പിന്നെ ഒരല്പം ഉപ്പും കൂടി ചേർക്കാം. കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട് സവാളയിൽ, എന്നാലും കുറച്ച് ഉപ്പും കൂടി ചേർക്കാം. ഇനി വീണ്ടും നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം. എല്ലാം കൂടി ചേർന്ന് നന്നായിട്ട് യോജിക്കട്ടെ. പറ്റുമെങ്കിൽ ഒരു 5 മിനിറ്റ് സമയം കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് പാചകം ചെയ്താൽ മതി. ഇല്ലാന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. ഇപ്പോൾ തന്നെ നമുക്ക് തുടങ്ങാം. ഇനി നമ്മൾ തേങ്ങാപ്പാലാണ് ഇതിലൊരു പ്രധാനപ്പെട്ട ചേരുവ. അപ്പോൾ 2ആം പാൽ, കുറച്ച് നെടുകിയ പാലായിക്കോട്ടെ, ഏകദേശം 1.5 കപ്പ് 2ആം പാൽ ഇതിലേക്ക് ഒഴിക്കാം. അപ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മൾ ചേർത്ത് കഴിഞ്ഞു. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. എന്നിട്ട്
അടുപ്പ് കത്തിക്കുക, എന്നിട്ട് പാത്രം ഒന്ന് അടച്ച് വേവിക്കാം. ഇനി അടുപ്പ് കത്തിച്ചു കൊടുക്കാം, എന്നിട്ട് പാത്രം ഒന്ന് അടച്ചിടാം. ഇനി മാങ്ങയുടെ കഷ്ണങ്ങളും ബാക്കി സവാള, പച്ചമുളക് എല്ലാ കാര്യങ്ങളും ഒന്ന് വേകട്ടെ. ഏകദേശം ഒരു വറ്റുന്നൊരു പാകം ആകണം. അതേസമയം മാങ്ങ കുഴഞ്ഞൊന്നും പോകാൻ പാടില്ല, പാകത്തിന് വെന്തിങ്ങനെ വറ്റി വരണം. അതുവരെയാണ് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞിട്ട് അവസാനമാണ് ഏതാണ്ട് വറ്റി കഴിയുമ്പോൾ നല്ല കട്ടിയുള്ള തലപ്പാൽ, ഒന്നാം പാൽ, അത് ഒഴിച്ചാൽ പിന്നെ തിളയ്ക്കേണ്ട ആവശ്യമില്ല, അടുപ്പിൽ നിന്ന് മാറ്റാം. അപ്പോൾ കുറുകിയ ഒരു ചാറോട് കൂടിയാണ്, നല്ല കൊഴുത്ത ചാറോട് കൂടിയാണ് ഈ മാങ്ങാക്കറി തയ്യാറാക്കുന്നത്. പിന്നെ താളിക്കൽ മാത്രമല്ലേ ഉള്ളൂ. എന്തായാലും പച്ചമാങ്ങയൊന്ന് വേഗട്ടെ, അതുവരെ വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ നമ്മളുടെ പച്ചമാങ്ങയെല്ലാം പാകത്തിന് വെന്തിട്ടുണ്ടാവും. അടപ്പ് തുറന്ന് നോക്കാം. നന്നായിട്ട് വെന്ത വറ്റിയിട്ടുണ്ട്. ചാറെല്ലാം ഏകദേശം വറ്റി കഴിഞ്ഞു. ഇനി വേറെ ഒന്നും ചെയ്യാനില്ല, നമുക്കിതൊന്ന് ചെറുതായിട്ട് ഇളക്കി നോക്കാം. മാങ്ങയുടെ കഷ്ണങ്ങളെല്ലാം പാകത്തിന് വെന്തു. കഷ്ണമായിട്ട് അറിയണം, വെന്ത് കുഴഞ്ഞ് പേസ്റ്റായി പോകരുത്, അത്രേ ഉള്ളൂ. ഇത് നല്ല കുറുകിയ തേങ്ങാപ്പാൽ, കട്ടി തേങ്ങാപ്പാൽ എടുക്കാം. അപ്പോൾ നല്ല കുറുകിയ ചാറോട് കൂടിയുള്ള മാങ്ങാക്കറി ഏകദേശം റെഡി എന്ന് പറയാം. ഇനി തിള വരേണ്ട ആവശ്യമില്ല. ഇനി പാത്രം ഒന്ന് മാറ്റി വയ്ക്കാം, എന്നിട്ട് നമുക്കൊന്ന് താളിക്കാം. ഇതേ അടുപ്പിലേക്ക് തന്നെ മറ്റൊരു പാത്രം വയ്ക്കാം. പാത്രം നല്ല ചൂടായി. ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുതൽ 1.5 ടേബിൾ സ്പൂൺ വരെ വേണമെങ്കിൽ വെളിച്ചെണ്ണ ഒഴിക്കാം. ഇനി താളിക്കലും വളരെ സിമ്പിൾ. എണ്ണ നല്ല ചൂടാകുന്നു. കടുക്, ഒരല്പം ഉലുവ, ഒരു 1/4 ടീസ്പൂൺ ഉലുവ, 1 ടീസ്പൂണോളം കടുക്, 1/2 മുതൽ 1 ടീസ്പൂൺ വരെ, 4, 5, 3 എത്ര വേണമെങ്കിലും വറ്റൽമുളക്, കറിവേപ്പില, പിന്നെ കൊച്ചുള്ളി ഒരു 3, 4 നീളത്തിനുള്ള കഷ്ണങ്ങളായി മുറിച്ചത്. ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ച് താളിക്കുന്ന ആ ഒരു രീതിയിലാക്കിയിട്ട് ഈ കറിയുടെ മുകളിലേക്ക് ഒഴിക്കാം. എണ്ണ നല്ല ചൂടായി. ഇനി ആദ്യം കടുകിട്ട് പൊട്ടിയാൽ ഉടൻ ഉലുവ, ഒരു 1/4 ടീസ്പൂൺ ഉലുവയും കൂടി ചേർത്ത് പൊട്ടിക്കാം. പിന്നെന്താ വേണ്ടേ, വറ്റൽമുളക്. തീ അല്പം കുറയ്ക്കുക. തീ കുറച്ച് കഴിഞ്ഞു. ഉലുവയും പൊട്ടി തുടങ്ങി. 3, 4 വറ്റൽമുളക്. പിന്നെന്താ വേണ്ടത്, കൊച്ചുള്ളി, ഒരു 3, 4 ചെറിയ ഉള്ളി നീളത്തിനരിഞ്ഞത്, പിന്നെ ആവശ്യാനുസരണം കറിവേപ്പില. ഇതെല്ലാം എത്ര ചേർത്താലും കറിക്ക് കൂടുതൽ രുചി കൂടുകയുള്ളൂ. എല്ലാം കൂടി കിടന്ന് പൊട്ടട്ടെ, കാര്യമായിട്ട് പൊട്ടുകയാണ് കറിവേപ്പിലയും. ഇനി ഉള്ളിയുടെ നിറം മാറി ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകാം, അതാണ് അതിൻ്റെ ഒരു ഇത്. അപ്പോൾ ഒരു മണം, ഇപ്പം തന്നെ നല്ല മണമാണ് ഉലുവയൊക്കെ ഇങ്ങനെ മൂത്തതിൻ്റെ മണം. പാകത്തിന് മൂത്ത് കഴിഞ്ഞു ചെറിയ ഉള്ളിയെല്ലാം. തീ ഓഫ് ചെയ്യാം. നല്ല മണം, ഉള്ളി മൂക്കുന്നൊരു മണം. ഇനി നമ്മളുടെ ആ എണ്ണയോടുകൂടി തന്നെ നമ്മൾ കറിയിലേക്ക് ഒഴിക്കണം. ചെറിയ ഉള്ളി ഉലുവ കോമ്പിനേഷനാണ്. പിന്നെ നല്ല വെളിച്ചെണ്ണ. ഇനി എന്താ വേണ്ടേ, ഇളക്കുക. ഇനി വിളമ്പുന്ന പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നല്ല കുറുകിയ ചാറോടുകൂടിയുള്ളൊരു തൊട്ടുകറിയായി മാറിക്കഴിഞ്ഞു ഈ മാങ്ങാക്കറി. അങ്ങനെ സ്വാദിഷ്ടമായൊരു മാങ്ങാക്കറി ഇവിടെ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ ഇതുണ്ടാക്കാൻ വളരെ എളുപ്പം, പിന്നെ നല്ലൊരു തൊട്ടുകറിയാണ്. ശരിക്കും ചോറിൻ്റെ കൂടെ ഇങ്ങനൊരു മാങ്ങാക്കറി ഉണ്ടെങ്കിൽ കേമായിരിക്കും ആ ഭക്ഷണം. പിന്നെ ഇച്ചിരി പുളിയൊക്കെ ഇഷ്ടമുള്ളവരായിരിക്കണം. തീരെ പുളി ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് പറ്റിയ കറിയല്ല. പക്ഷെ എന്നാലും കഴിയുന്നിടത്തോളം അധികം പുളിയില്ലാത്ത മാങ്ങയിൽ ചെയ്യാൻ ശ്രമിക്കുക. തീർച്ചയായിട്ടും പരീക്ഷിക്കുക, എല്ലാവർക്കും ഇഷ്ടം. ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ച 2 വിഭവങ്ങളും എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. കാര്യം രണ്ടും ഒരു നാടൻ രീതിയിലുള്ള വിഭവങ്ങൾ തന്നെയായിരുന്നു. ഉണ്ടാക്കാൻ വളരെ എളുപ്പം, അധികം ചിലവൊന്നുമില്ല എന്നെനിക്ക് തോന്നുന്നു. അപ്പോൾ കപ്പ കൊണ്ടൊരു പുട്ട്, കപ്പപ്പുട്ടും നല്ല പച്ചമാങ്ങ കൊണ്ടുള്ള മാങ്ങാക്കറി. അപ്പോൾ തീർച്ചയായിട്ടും പരീക്ഷിക്കുക, എല്ലാവർക്കും ഇഷ്ടം.
ഇന്നത്തെ എപ്പിസോഡോട് അവസാനിക്കുകയാണ്. വീണ്ടും പുതിയ വിഭവങ്ങളുമായി മാജിക് കമനിലൂടെ കാണാം.